സുഹൃത്തുക്കളെ, എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ റുട്ടീൻ വർക്ക് ഉണ്ടല്ലോ. പാല് കാച്ചലും ചായ ഇടലും അൻസുമോളുടെ കുപ്പി തിളപ്പിക്കലും എഗ്ഗ് ബോയിൽ ചെയ്യലും അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറയുടെ കാര്യത്തിന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയൂണ് തയ്യാറാക്കാൻ വേണ്ടി ഒരല്പം താമസിച്ചു ഗൈസ്. ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ചീര എഗ്ഗ് തോരനും മീൻ നവര ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചീര സ്പെഷ്യൽ എന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. ചീര വീട്ടിലുണ്ടായ ചീരയാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് സ്പെഷ്യലാണെന്ന്. പിന്നെ സുഹൃത്തുക്കളെ, സ്റ്റാറ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. സ്റ്റാറയുടെ ഫേസ്ബുക്ക് പേജിലായിരിക്കും ഞാൻ ക്ലോത്തിൻ്റെയൊക്കെ വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് ക്ലോത്തൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഓർഡർ ചെയ്യുക. സ്റ്റാറ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. സ്റ്റാറ അല്ല, എൻ്റെ എല്ലാ ചാനൽസും നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണൊക്കെ റെഡിയായി. അൻസുക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടി ആദ്യം ഞാൻ വിളമ്പി. അൻസുക്കുട്ടിയെ കഴിപ്പിച്ചിട്ട് ഞാൻ കഴിക്കാം. ഒരു കാര്യം മറന്നുപോയി, പിക്കിള് മറന്നുപോയി ഗൈസ്. അപ്പം ഞാൻ പിക്കിൾ കൂടെ എടുത്തിട്ട് വരാം. ഗാർലിക് പിക്കിളാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പാചകമൊക്കെ കഴിഞ്ഞു. അൻസുക്കുട്ടി ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം, പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കണം. കുക്കിങ് കഴിഞ്ഞു. പിന്നെ രാത്രിയിൽ ഇച്ചയും വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇനി അവളെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ള ഒരു ജോലി മാത്രമേ എനിക്കുള്ളൂ. ഭക്ഷണം കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് കിടത്തി ഉറക്കണം, എന്നാലേ എൻ്റെ ബാക്കി പണികളൊക്കെ നടക്കുകയുള്ളൂ ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് അൻസുക്കുട്ടി ഭക്ഷണം കഴിക്കുന്നത്.